സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പലപ്പോഴും സ്ത്രീയുടെ ശരീരം അത് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, മറിച്ച് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ അക്കാദമികമായി പഠിച്ചിട്ടുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റുകളായ ആളുകൾ, ഇപ്പൊ ഷെയ്ല ജഫ്രീസിനെ പോലെയുള്ള, അതേപോലെ തന്നെ ഒരുപാട് ഫെമിനിസ്റ്റ് ചിന്തകരായ ആളുകൾ, അവർ മുന്നോട്ട് വെക്കുന്ന ഒരു വസ്തുനിഷ്ഠമായ വിമർശനമുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്താന്ന് ചോദിച്ചാൽ, ഇവിടെ സ്ത്രീയുടെ ശരീരം കമ്മോഡിഫൈ ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, എന്ന് വെച്ചാൽ സ്ത്രീയുടെ ശരീരം വസ്തുവായി മാറുന്നു. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഒരു നഗ്നതയുള്ള ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ പുരുഷന്റെ ബ്രെയിനിൽ ഏതു ഭാഗമാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ശാസ്ത്രീയമായി FMRI സ്കാനിങ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ ആ പഠനങ്ങൾ ഒന്ന് പൂർത്തിയാക്കട്ടെ. അവിടെ സ്ത്രീയുടെ നഗ്നത കാണുമ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്റെ തലച്ചോറിൽ പ്രത്യേകിച്ചും പോസ്റ്റ് സെൻട്രൽ ഗൈഡസ് പോലെയുള്ള ഒബ്ജക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന സെന്ററുകളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ സ്ത്രീയെ, നഗ്നത കാണുന്ന സ്ത്രീയെ സമൂഹം അല്ലെങ്കിൽ പുരുഷന്മാർ പ്രത്യേകിച്ച് കാണുന്നത് ഒരു വസ്തുവായി മാത്രമാണ്.